ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഇന്ന് സെപ്റ്റംബർ 2 ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പീറ്റർബോറോ മലയാളീസിൻ്റെ ഓണം സെലിബ്രേഷനാണ്. സോ ഓണം സെലിബ്രേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്നിട്ടുണ്ട്. ഭാര്യയാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ക്രസറ്റിൽ, അതായത് നമ്മുടെ ബ്രിട്ടനിലെ ക്രസറ്റ് ഹോളിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. പിന്നെ ഒരു ചെറിയൊരു ക്വിസ് പരിപാടിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാരോട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു പ്ലാനുണ്ട്. ലെറ്റ്സ് ഗോ. അടുത്തതായി പീറ്റർബോറോ മലയാളി കൂട്ടായ്മയുടെ ചുക്കാൻ പിടിക്കുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും ദീപം തെളിയിക്കുവാനായി ഫ്രണ്ടിലേക്ക് ക്ഷണിച്ചുകൊള്ളു. കമ്മിറ്റി മെമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ഫ്രണ്ടിലേക്ക് വന്ന ദീപം തെളിയിക്കും. പത്താം ക്ലാസ്സിൽ ഹയസ്റ്റ് മാർക്ക് കിട്ടിയവർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. പീറ്റർബോറോ മലയാളി സോദ. ഒരു കണ്ണ് അടച്ചു പിടിക്കുക, ഒരു ചെറി കേട്ടില്ല എന്ന് വിചാരിക്കുക. രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാവും. ആ തെറ്റുകൾ അങ്ങോട്ട് കൊണ്ട് പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ 25 50 വർഷവും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. സോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി ഇപ്പം നമ്മുടെ കുറച്ച് ലേഡീസിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലേഡീസിൻ്റെ പേരറിഞ്ഞിട്ട് നമ്മൾ ഓണം ക്യൂസ് നടത്താൻ പോവാണ്. ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ. ബാക്കി നമുക്ക് ഇവരോട് ചോദിക്കാം. അപ്പം എല്ലാവരുടെ പേരെന്ന് പറയാം. ഓരോരുത്തരുടെ പേര് ആദ്യം പറയാം കേട്ടോ. ജിൻസി, സോണി, പ്രിയ, ദീപ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വാമനൻ മഹാബലിയെ മണ്ണിൽ തടുത്തി ചവിട്ടിയത്? ഓക്കെ, താങ്ക് യു. നമ്മൾ ഓണത്തിൻ്റെ ക്വിസാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കത്തുള്ളൂ. ആദ്യത്തെ ചോദ്യം, ഓണത്തിന് നമ്മൾ 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം, ഈ 4 ഓണങ്ങളുടെ നാളുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം, 4 ഓണങ്ങളുടെ നാളുകൾ. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. കറക്റ്റ് ആൻസർ. താങ്ക് യു സോ മച്ച്. സമ്മാനമില്ല, സ്നേഹം മാത്രം. നിങ്ങളുടെ പേരെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ദീപ മനോജ്, മെറീന. ഓക്കെ, ദീപ ചേച്ചിയുടെ മെറീനയാണ് ചോദ്യം. സിമ്പിൾ ഒരു ചോദ്യം കേട്ടോ. ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? തിരുവോണത്തിനാന്ന് തോന്നുന്നു. അല്ല, തിരുവോണം. ചതയോണം. അല്ല, ചതയം. അത്തം. തിരുവോണത്തിന് മുന്നേ ഉള്ള ദിവസം അത് പറഞ്ഞിരുന്നത്. അവിട്ടം. തിരുവോണത്തിന് മുന്നേ ഉള്ള ദിവസം. അവിട്ടം. മമ്മിയോട് ചോദിക്കാം. ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ഉത്രാട ദിനം. കറക്റ്റ് ആൻസർ. താങ്ക് യു. നമുക്ക് ചേച്ചിയുടെ പേരറിയാം. ചേച്ചിയുടെ പേര് ജിബി. ഷിജു. ഓക്കെ, ഷിജു. എനിക്ക് സത്യം പറഞ്ഞാൽ മൈക്ക് കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. നല്ല സൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ്. നമ്മൾ ഓണത്തിൻ്റെ ക്വിസായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം, ഉത്തരം. സിമ്പിൾ ചോദ്യം. തിരുവോണത്തിൻ്റെ തലേത് ഏത് നാളാണ്? തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏത് നാളാണ്? ഉത്രാടം. കറക്റ്റ് ആൻസർ. ഓക്കെ, ഞാനൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? മഹാബലി റിലേറ്റഡ് ആയിട്ട് കൊണ്ടാണ് ചോദിക്കുന്നത്. കന്യാകുമാരി, തമിഴ്നാട്. താങ്ക് യു സോ മച്ച്. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? കറക്റ്റ്, 5ാമത്തെ അവതാരമാണ് കേട്ടോ. നമുക്ക് എല്ലാവരുടെയും പേരെന്ന് പറയും. ബോബൻ, ജോയൽ, രേഷ്മ. ഓക്കെ, ഹായ്. എല്ലാവരും രേഷ്മനെ ജോയലിനെ കണ്ടിട്ടില്ല. ഹായ് കേട്ടോ. ജോയലിനെ കണ്ടിട്ടുണ്ട്, രേഷ്മ ഹായ്. സോ ഞാനൊരു ചെറിയ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓണം ക്വിസ്. സിമ്പിൾ ചോദ്യങ്ങൾ.
തിരുവോണത്തിന്റെ തലേന്നുള്ള ദിവസം ആ നാളിന്റെ പേരെന്താണ്? ഉത്രാടം. കറക്റ്റ് ആൻസർ. മഹാബലിയുടെ യഥാർത്ഥത്തിലുള്ള പേരെന്താണ്? മഹാബലിയുടെ യഥാർത്ഥ പേര് വിളിച്ചേ. ഇന്ദ്രസേനൻ എന്നാണ്. ഇന്ദ്രസേനൻ. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും എല്ലാം ദാനം ചെയ്യുന്ന ആള്, സർവവും ധ്യാനം ചെയ്യാൻ മനസ്സുള്ള ഒരാള്, എല്ലാം ചോദിച്ചാൽ എന്ത് കൊടുക്കുന്നവരാണ്. ഒരു ക്ലോസ് റേഞ്ച് ആണ്. ത്യാഗം ചെയ്തവൻ, വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. നമ്മൾ 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം, ഈ 4 ഓണങ്ങളുടെ നാളുകൾ എന്ന് പറയാമോ? 4 ഓണങ്ങളുടെ നാളുകൾ. 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം. ഊരാട്, ചതയം അല്ലല്ല, ഊരാട്, അല്ല ചതയം, ഊരാട്. ഓർഡർ പറയണം. തിരുവോണം, അവിട്ടം, ചതയം. കറക്റ്റ് ആൻസർ. പൊളി. സമ്മാനമുണ്ടോ? സദ്യ അകത്ത് നമ്മൾ പീറ്റർബറോ മലയാളീസിന്റെ കിടില സദ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, എല്ലാവരുടെയും പേരുകളൊക്കെ എന്ന് പറയും. റോഷ്ന, ലക്ഷ്മി, അശ്വതി, ഐശ്വര്യ. അശ്വതി സ്ക്വയർ. ഓക്കെ. സോ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ പോവാണ്. വളരെ ഈസി ആയിട്ടുള്ള ഉത്തരം പറയണം കേട്ടോ. ഈസി ആയിട്ടുള്ള ചോദ്യം, ഈസി ആയിട്ടുള്ള ഉത്തരം. തിരുവോണത്തിന്റെ തലേന്നുള്ള ദിവസം അത് ഏത് നാളാണ്? ഉത്രാടം. ഓക്കെ. വാമനൻ മഹാബലിയോട് എന്താണ് ദാനമായി ചോദിച്ചത്? കറക്റ്റ്. ഓക്കെ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത്. അത് ഏത് നാളാണ്? കറക്റ്റ് ആൻസർ. ഓക്കെ. വേറൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഏത് നാൾ മുതലാണ് ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? കറക്റ്റ് ആൻസർ ചോദ്യമാണ്. താങ്ക് യു സോ മച്ച്. സോ ഇത് നമ്മുടെ ഗ്യാങ്ങിലുള്ള ഒരു ഫാമിലിയാണ്. ജിതിൻ ചേട്ടൻ, അശ്വതി ആൻഡ് അശ്വതിയുടെ മമ്മിയാണ്. ഇത് കാത്തുമാൾ. ഓക്കെ. ഓണച്ചോദ്യങ്ങൾ തുടങ്ങുകയാണ്. തിരുവോണത്തിന്റെ തലേന്നുള്ള ദിവസം അത് ഏത് നാളാണ്? ഉത്രാടം. ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? അത്തത്തിന് ഏറ്റവും ചെറുതായിട്ട് ഉത്രാട ദിനത്തിൽ. ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബെൻസി. എൻ്റെ പേര് ജിൻസി. വിദ്യ. ഓക്കെ. ഞങ്ങളുടെ അടുത്തൊരു വിദ്യയുണ്ട്, വിദ്യ ചേച്ചി. ഓണത്തിന്റെ എത്രാമത്തെ ദിവസമാണ് പുലികളി നടക്കുന്നത്? ഓണത്തിന്റെ എത്രാമത്തെ ദിവസമാണ് പുലികളി നടക്കുന്നത്? 3. കറക്റ്റ് ഉത്തരം. ഓണവുമായി ബന്ധപ്പെട്ട പുലികളിക്ക് പ്രശസ്തമായ ജില്ല ഏതാണ് കേരളത്തിൽ? കറക്റ്റ് ആൻസർ. താങ്ക് യു സോ മച്ച്. സോ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഹാപ്പി ഓണം. പരിചയപ്പെടുത്തിക്കും. ഷാരോൺ, ഷിബി, ബബിത, സിമി. ഓക്കെ. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അവിടെ. അനുപേട്ടാ, ഹാപ്പി ഓണം. സോ ഒരു ചെറിയ ചോദ്യം, ചേർന്ന് നിൽക്കുക. നിങ്ങൾ കാര്യം പുറത്ത് അടുത്തടുത്ത് നിൽക്കട്ടെ. ഓക്കെ. ചെറിയ ചോദ്യമാണ് കേട്ടോ. തിരുവോണത്തിന് മുന്നേ ഉള്ള ദിവസം ഏത് നാളാണ്? ഉത്രാടം. കറക്റ്റ് ഉത്തരം. വാമനൻ മഹാബലിയോട് എന്താണ് ദാനമായി ചോദിച്ചത്? കറക്റ്റ് ഉത്തരം. സോ നമുക്ക് ആൾക്കാരെ പരിചയപ്പെടാം. ഇത് നമ്മുടെ ചങ്കുബഡ്ഡി ആൻഡ് ഫാമിലിയാണ്, സന്ദീപ് ആൻഡ് ക്രിസ്റ്റി. അപ്പം ഇവരോടാണ് നമ്മൾ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വാമനൻ മഹാബലിയോട് എന്താണ് ദാനമായി ചോദിച്ചത്? വാമനൻ മഹാബലിയോടാ 3 അടി മണ്ണ്. കറക്റ്റ് ഉത്തരം. ഓക്കെ. തിരുവോണത്തിന്റെ തലേ ദിവസം ഏതാണ്? ഏത് നാളാണ്? ഉത്രാടം അല്ലേ? കറക്റ്റ് ഉത്തരം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ക്രിസ്റ്റി. ഓക്കെ. നമുക്ക് എല്ലാവരുടെ പേര് പറയും. അനീഷ്, തോമസ്, ഡെൽബിൻ, സന്ദീപ്. ഓക്കെ. വാമനൻ മഹാബലിയോട് ദാനമായി ചോദിച്ചത് എന്ത്? 3 അടി. വാമനൻ മഹാബലിയോട് ദാനമായി ചോദിച്ചത് എന്ത്? 3 അടി സ്ഥലം. 3 അടി മണ്ണ്. ശരി ഉത്തരം. ഞങ്ങൾ അങ്ങനെ ഓണസദ്യക്ക് റെഡി ആയിട്ടിരിക്കുന്നു.
ഒരു കറിയോ നമ്മള് സദ്യ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു ട്രിപ്പ് നമ്മൾ വിളമ്പിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവരെ പരിചയപ്പെടാം. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്, എന്നാലും ഒന്ന് പരിചയപ്പെടുത്താം. ഹലോ, ഹാപ്പി ഓണം. എൻ്റെ പേര് സോളി. ഞാൻ ടീന. ഓക്കെ, സോളി ചേച്ചി, ടീന ചേച്ചി നമ്മുടെ ഉള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ പീറ്റർബറോ മലയാളീസിന്റെ ഓണത്തിനെ പറ്റിയിട്ട് സോളി ചേച്ചി 2 വാക്ക് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ മംഗളങ്ങൾ. ഇത് 5ാമത്തെ വർഷമാണ് ഇവിടെ പീറ്റർബറോ മലയാളീസ് നടത്തുന്നത്. നല്ല സദ്യയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുക. ഹാപ്പി ഓണം ടു ഓൾ. ടീന ചേച്ചി, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും കഴിച്ച് ക്ഷീണിച്ചിരിക്കുവാണ്. പായസമൊക്കെ കഴിച്ച് ഭയങ്കര ക്ഷീണത്തിലാണ്. സദ്യ നടത്തി കേംബ്രിഡ്ജിലെ അവരാണ്. ഭയങ്കര സൂപ്പർ സദ്യയായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് സദ്യ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. നമ്മളൊരു ചെറിയ ഓണ ക്വിസായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചോദ്യോത്തരങ്ങൾ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ അമ്മയോട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ, തിരുവോണത്തിന്റെ തലേ ദിവസം ഏത് നാളാണുള്ളത്? ഉത്തരാടം. കറക്റ്റ് ഉത്തരം. വാമനൻ മഹാബലിയോട് ദാനമായി ചോദിച്ചത് എന്ത്? 3 അടി മണ്ണ്. 3 അടി. എല്ലാവർക്കും പറയാം കേട്ടോ. മഹാബലിയുടെ യഥാർത്ഥത്തിലുള്ള പേരെന്താണ്? അറിയില്ല. ആലോചിച്ച് നോക്ക്. അറിയില്ല. ഇന്ദ്രസേനൻ. ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഇടേണ്ടത്? ഉത്തരാടം. കറക്റ്റ് ഉത്തരം. നമ്മൾ 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം, ഈ 4 ഓണങ്ങളുടെ നാളുകൾ പറയാമോ? 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം. അതിലൊന്നാണ് തിരുവോണം. അതിൽ 4 നാളുകളുണ്ട്. നാളുകൾ അത് ഏതൊക്കെയാണ്? അത് 10 നാളുകൾ. നമ്മുടെ ഓണത്തിന് 10 നാളുകൾ. ഞാൻ ചോദിച്ചത് അവസാനത്തെ 1, 2, 3, 4 ഓണങ്ങൾ. അവസാനത്തെ തിരുവോണം, ഉത്രാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. യെസ്, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. 10 നാളുകൾ അറിയോ ആർക്കെങ്കിലും? അത്തഞ്ചിത്ത ചോദ്യം. ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, ഉണർദം, മൂലം, പൂരിട്ടാതി, പൂരാടം, ഉത്രാടം, അവിട്ടം, ചതയം. തിരുവോണം. ഇത്രയും പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ചാൽ ഇത്ര നാളുകൾ അടുപ്പിച്ചറിഞ്ഞ് ചോദിച്ചു. അതാണ്. താങ്ക് യു സോ മച്ച്. അടിപൊളി കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. പേരെന്ന് പറഞ്ഞേ? നീതു. സൈനോ. ഓക്കെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. 2 ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം പറയണം കേട്ടോ. തിരുവോണത്തിന്റെ തലേ ദിവസം ഏതാണ് നാള്? തിരുവോണത്തിന്റെ തലേ ദിവസം. തിരുവോണത്തിന്റെ തലേ ദിവസം ഉത്രാടം. നമ്മൾ 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം, ഈ ഓണങ്ങളുടെ നാളുകൾ ഏതൊക്കെയാന്ന് പറയാമോ? 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം. ഏതെങ്കിലും 2 എന്തെങ്കിലും പറ. നമ്മൾ 4 ഓണങ്ങൾ ആഘോഷിക്കുന്ന ഏറ്റവും അവസാനത്തെ 4. ഉത്രാടമുണ്ട്, അവിട്ടം, പിന്നെ തിരുവോണം. ഒരു മഹാത്മാവിന്റെ ജന്മദിനം കൂടെ ഉണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശ്രീനാരായണ ഗുരുവെന്ന് മനസ്സിലായി. ചതയം. വാമനൻ മഹാബലിയോട് ദാനമായി ചോദിച്ചത് എന്ത്? ഒരടിയല്ല, 3 അടി. 3 അടി മണ്ണ്. ഓണത്തിനോട്, അതായത് ഓണം പോലെ തന്നെ ഐശ്വര്യമുള്ള നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു സ്ഥലം, ഒരു ജില്ലയിലെ ഒരു സ്ഥലമാണ്. കുട്ടനാട്. അടുത്ത് വന്നു, പക്ഷെ കറക്റ്റായിട്ട് പറയണം. ആലപ്പുഴ ജില്ലയിലാണ്. ഓണം പോലെ തന്നെ ഒരു പേരുള്ളൊരു സ്ഥലമാണ്. ഓണക്കൂറ്. ഓണം പോലെ തന്നെ സെയിം, അതായത് ഓണം ചേർന്നിട്ട് പേരുള്ളൊരു സ്ഥലമാണ്. ഓണാട്ടുകര, ആലപ്പുഴയിലെ. നമ്മൾ ഓടനാട് എന്ന് പറയും. എനിക്കൊന്ന് ഇപ്പോഴത്തെ പേര് ഓടനാടാന്ന് തോന്നുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. നന്ദി, താങ്ക് യു. ഹാപ്പി ഓണം.
യെസ്, ചോദ്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ആൾക്കാരെ കേട്ടിട്ടുണ്ട്, നമുക്ക് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം ഇംഗ്ലീഷ് ചോദിക്കത്തില്ല, പച്ച മലയാളം, ഓണത്തിന് മലയാളം. ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ പേരെന്ന് പറയാം എല്ലാവരുടെയും. എൻ്റെ പേര് എബി. യശ്മോനി, അൻവിയ, ഡാൻസി, റോസമ്മ, ജിൻസി, ജെബി. ഓക്കെ, എനിക്കിതിൽ ജിൻസിനും ജെബിനും മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ബാക്കി ആൾക്കാരൊക്കെ പുതിയതായിട്ടുള്ള അറിയുന്നതാണ്, എല്ലാവരും പരിചയപ്പെടുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. തിരുവോണത്തിൻ്റെ തലേദിവസമുള്ള നാള് ഏതാണ്? തിരുവോണ ദിവസം, അതിൻ്റെ തലേ ദിവസം, അതായത് യെസ്റ്റർഡേ. കറക്റ്റ് ഉത്തരം. ഓക്കെ. നമ്മൾ 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം, ഈ 4 ഓണങ്ങളുടെയും നാള് ഏതൊക്കെയാന്ന് പറയാമോ? മലയാള നാളുകൾ. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, ബാക്കിയൊക്കെ അറിയത്തില്ല. ഞാൻ അവസാനത്തെ 4 നാളുകളാണ് ചോദിച്ചത്. നമ്മൾ 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഓണങ്ങൾ ഏതൊക്കെയാണ്? അവിട്ടം, ചതയം. ഉത്തരം ശരിയാണ്, ഒന്നുകൂടെ പറഞ്ഞേ. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. തിരുവോണം, അവിട്ടം, ചതയം. 10 നാളുകൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ചോതി, വിശാഖം, അനിഴം, കേട്ട, ബാക്കി അറിയത്തില്ല. അത്രയും ഇതാണ് മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ. മഹാബലിയുടെ ശരിക്കുള്ള, അതായത് യഥാർത്ഥത്തിലുള്ള പേരെന്താണ്? ഇന്ദ്രസേനൻ ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിലിടുന്നത്? ഏത് നാളിലാണ്? മലയാള നാളിൽ ഏത് നാളിലാണ്? ഏറ്റവും ചെറുത് അപ്പത്തിന്. ഉത്രാട ദിവസത്തിലാണ് ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത്. ഓക്കെ, നമ്മൾ രണ്ടാം ഓണം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, അത് ഏത് പേരിൽ? രണ്ടാം ഓണം അല്ല, രണ്ടാം ഓണം, സെക്കൻഡ് ഓണം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, അത് ഏത് പേരിലാണ്? പിള്ളേരുടെ ഓണം അല്ല, അതായത് സ്ത്രീകൾക്ക് ഇച്ചിരി ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേരിലുള്ളൊരു ഓണം. സാധാരണ പൊതുവെ കുടുംബങ്ങളിൽ അമ്മായി ഓണം, അമ്മയല്ല, അമ്മായി ഓണം എന്നാണ് പറയുന്നത്. ഓണം കേറാമൂല എന്ന് കേട്ടിട്ടുണ്ടോ? ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? കുഗ്രാമം. അതായത് മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. ഏത് സംസ്ഥാനത്താണെന്ന് പറഞ്ഞത്? മഹാബലിപുരം. നമ്മുടെ അയൽ സംസ്ഥാനമാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേഷൻ. താങ്ക് യു. ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം. ഓക്കെ, നമുക്കൊരാളെ കേട്ടിട്ടുണ്ട്. ചേട്ടാ പേര് പറഞ്ഞു. എൻ്റെ പേര് മാത്യു. ചേട്ടാ, ഞാൻ ചെറിയ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ പറയണം കേട്ടോ. നമ്മുടെ തിരുവോണത്തിന് തലേദിവസമുള്ള ആ ദിവസത്തിന്റെ നാളെ ഏതാണ്? ചതയം, സോറി, ഉത്രാടം. ഓക്കെ, നമ്മൾ 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം, ഈ 4 ഓണങ്ങളുടെ നാളുകൾ പറയാമോ? അയ്യോ സോറി, പറ്റത്തില്ല. തിരുവോണം അതൊരു നാളാണ്. ഓക്കെ, ചതയം, ഉത്രാടം, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, പൂരം, അവിട്ടം. ഓക്കെ. അടിപൊളിയായിരുന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, മഹാബലിയോട് വാമനൻ ദാനമായി ചോദിച്ചത് എന്ത്? 2 അടി മണ്ണ്. 2 അല്ല, 3 അടി മണ്ണാണ് ദാനമായിട്ട് ചോദിച്ചത്. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. ഓക്കെ, നമുക്ക് ഇവിടെ പീറ്റർബോറോ സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പുതിയ നഴ്സുമാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേര് ആദ്യം അറിയാം. നമുക്ക് പറഞ്ഞോളൂ. അഞ്ചു ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതല്ലേ? ഇവിടെ ഉള്ളതല്ലേ? പുതിയിട്ട് വന്നാണ്. അഞ്ജു, നിഷ, അക്കു, ക്ലാര. ഓക്കെ, അപ്പോൾ വെൽക്കം ടു പീറ്റർബോറോ കേട്ടോ. ഞങ്ങളുടെ സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട്? പായസം? ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ. ഓണത്തിൻ്റെ ഐതിഹ്യം ആർക്കെങ്കിലും അറിയോ? മഹാബലിനെ ചവിട്ടി താഴ്ത്തി. എന്തിനു ചവിട്ടി താഴ്ത്തി? 3 അടി മണ്ണ് ചോദിച്ചപ്പോ
അതിന് കൊടുക്കാനില്ല. ആരാണ് വാമനൻ? വിഷ്ണു, മഹാവിഷ്ണുവിന്റെ അവതാരം. എത്രാമത്തെ അവതാരം? ഓർക്കുന്നില്ല. ഓക്കെ, മഹാബലിയുടെ യഥാർത്ഥത്തിലുള്ള പേരെന്താണ്? ഇന്ദ്രസേനൻ. ഓക്കെ, തിരുവോണത്തിന്റെ തലേദിവസമുള്ള നാള് ഏതാണ്? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം, ഈ 4 ഓണങ്ങളുടെ നാളുകൾ ഏതൊക്കെയാന്ന് പറയാമോ? ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നമുക്ക് ഓണത്തിന് 10 നാളുകളുണ്ട്. ഈ 10 നാളുകൾ ആർക്കാ പറയാൻ പറ്റുന്നത്? ആർക്കെല്ലാം അറിയാമോ? ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂല, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. പൂരാട, ഉത്രാടം, തിരുവോണം. എനിക്ക് എത്ര പറഞ്ഞു നിഷ? താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇച്ചിരി ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. ആസ് എ യങ്സ്റ്റർ നിഷ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം ചോദിക്കുവാണ്. നമ്മൾ അത്തപ്പൂക്കളം ഇടാറുണ്ട്. എല്ലാ നാളുകളും അത്തം മുതൽ ഇടാറുണ്ട്. ആ നാളുകളിൽ ഏറ്റവും വലുതായിട്ട് പൂക്കളം ഇടുന്ന നാളേതാണ്? ഉത്രാട ദിവസത്തിലാണ് ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പം പേരെന്ന് പറഞ്ഞു. ഈസി ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. പേരെന്ന് പറയാം. ശ്രീനിവാസൻ. സന്ധ്യ. സാഗർ. ഓക്കെ, നിങ്ങൾ പുതിയതായിട്ട് വന്നോണേ, കണ്ടിട്ടില്ല അതുകൊണ്ട് വെച്ചാൽ ഉണ്ട്. ഓക്കെ, കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ചോദിക്കണം. അപ്പം ഫസ്റ്റ് ചോദ്യം, തിരുവോണം എന്ന ദിവസത്തിന് മുന്നേ ഉള്ള ദിവസത്തിന്റെ നാളേതാണ്? ഉത്രാടം. കറക്റ്റ് ഉത്തരം. 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം, ഈ 4 ഓണങ്ങളുടെ നാളുകൾ ഏതൊക്കെയാന്ന് പറയാമോ? നാളുകൾ, മലയാള നാളുകൾ. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. കറക്റ്റ് ഉത്തരം. 4-ാം ഓണം ഒരു മഹാത്മാവിന്റെ ജന്മദിനമാണ്. അതാരാണ്? ശ്രീനാരായണ ഗുരു. കറക്റ്റ് ഉത്തരം. സ്കോറിംഗ്. നമ്മൾ ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? നാട്ടിലെ ഓണം ഇല്ലാത്ത സ്ഥലങ്ങളില്ല, അതുകൊണ്ടായിരിക്കും. ഓണം കേറാമൂല ലൈക്ക് കുഗ്രാമം, അതാണ് ബേസിക്കലി. ചുമ്മാ ഒരു കുസൃതി ചോദ്യമാണ്. നമ്മൾ ഓണത്തിന് അത്തം മുതൽ പൂക്കളം ഇടാറുണ്ട്. ഏറ്റവും വലുതായിട്ട് പൂക്കളം ഇടേണ്ട ദിവസം അത് ഏത് നാളിലാണ്? തിരുവോണം അല്ലേ? ഉത്രാടത്തിലാണ് കേട്ടോ. എനിവേ, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ എല്ലാ ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്. നമുക്ക് പീറ്റർബറോയിൽ കുറച്ച് പെൺകുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ആദ്യം പേര് ചോദിച്ചിട്ട് ബാക്കി ചോദ്യത്തിലേക്ക് കിടക്കാം. എല്ലാവരുടെയും പേര്, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ബനീറ്റ, നിയ, അഞ്ജല, അലീഷ, അന്ന. നമ്മുടെ പിള്ളേരാണ് കേട്ടോ എല്ലാവരും. ഓക്കെ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈസിയാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബട്ട് ഐ തിങ്ക് യു ക്യാൻ ആൻസർ ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, തിരുവോണത്തിൻ്റെ മുന്നേ ഉള്ള ദിവസം അത് ഏത് മലയാള നാളാണ്? തിരുവോണത്തിൻ്റെ തലേദിവസം ഫേമസ് ആയിട്ട് നമ്മൾ എപ്പോഴും ടി വിക്കകത്ത് പരസ്യമൊക്കെ വരുന്നതാണ്. ഇന്ന ദിവസത്തിൽ ഈ പടം, ഈ മൂവി വരുന്ന ഇന്നയാളുടെ സിനിമ, ബ്ലോക്ക് ബസ്റ്റർ പടം. കൂട്ടിയാ തുടങ്ങുന്നത്? ഉത്രാട ദിവസം, ഉത്രാട നാള് കേട്ടോ. ഓക്കെ, മഹാബലി ആരാന്നറിയാലോ? വാമനൻ ആരാന്നറിയാമോ? ഓക്കെ, മഹാബലിയോട് വാമനൻ എന്താണ് ദാനമായി ചോദിച്ചത്? ഓണത്തിന്റെ ഐതിഹ്യം അറിയാവോ? എന്തിന്? ഫോണോ? ഞാൻ മാത്രമേ ഉള്ളത്. ഓക്കെ, അശരീരിയോ? ഓക്കെ, ഞാൻ ചോദിക്കാം. അതായത് മഹാബലിയോട് വാമനൻ എന്താണ് ദാനമായി ചോദിച്ചത്? ആ ദാനത്തിൻ്റെ പേരിലാണ് മഹാബലി പാതാളത്തിൽ പോവേണ്ടി വന്നത്. അപ്പം വാമനൻ ചോദിച്ചത് 3 അടി മണ്ണ്. 3 അടി മണ്ണാണ് ചോദിച്ചത്. ഓക്കെ, അതായത് വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു. എത്രാമത്തെ അവതാരം എന്നറിയോ? 3-ാമത്തെ. അടുത്തെത്തി. 5. കറക്റ്റ്. ഓക്കെ, 5-ാമത്തെ അവതാരമായിരുന്നു. സോ അങ്ങനെ വാമനൻ വന്നിട്ട് മഹാബലിയോട് ചോദിച്ചു 3 അടി മണ്ണ് വേണമെന്ന് ചോദിച്ചു. ഒരു നോർമൽ ഹ്യൂമൻ ബീൻ ആയിട്ടാണ് വന്ന് ചോദിച്ചത്. എന്നിട്ട് 3 അടി മണ്ണിന് വേണ്ടിയിട്ട് തരാമെന്ന് മഹാബലി എഗ്രി ചെയ്തപ്പോൾ വാമനൻ വലിയൊരു മനുഷ്യനായിട്ട് മാറി, ഒരു സൂപ്പർ ഹ്യൂമനായിട്ട് മാറിയിട്ട് ഒറ്റ ആദ്യത്തെ അളക്കിൽ ഭൂമി മുഴുവൻ തീർന്നു. രണ്ടാമത്തത് ആകാശം അളന്നു.
രണ്ടാമത്തെ ആകാശമായിരുന്നു. മൂന്നാമത് സ്ഥലമില്ലാഞ്ഞിട്ട് മഹാബലി പറഞ്ഞു എൻ്റെ തലയിൽ ചവിട്ടിക്കൊള്ളാൻ. അങ്ങനെയാണ് മഹാബലി പാതാളത്തിൽ പോയത്. ഇനി പറയരുത്. ഓക്കെ, അറിയാം. ഓക്കെ, അപ്പം നമ്മൾ ഓണപ്പരിപാടി സ്റ്റാർട്ട് ചെയ്തു പീറ്റർബോറോ മലയാളീസിൻ്റെ. എന്താണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ സദ്യയെ പറ്റിയിട്ടുള്ള അഭിപ്രായം? കാരണം സദ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? സദ്യ സൂപ്പർ സദ്യയായിരുന്നു. 2 ടൈപ്പ് പായസം ഒക്കെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. ഒത്തിരി ഏതൊക്കെയായിരുന്നു പായസം? സേമിയ ഉണ്ടായിരുന്നു, അടപ്രഥമനും. പൊളിച്ചു. എനിവേ എല്ലാവരും എൻജോയ് ചെയ്തല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അങ്ങനെ ഞങ്ങളുടെ ഓണസദ്യയൊക്കെ കഴിഞ്ഞു. സോ നമ്മൾ ഇനിയിപ്പോൾ ഗെയിംസിലോട്ട് പോവാണ് കേട്ടോ. Keep walking. Very well done. Thank you very much. Dori and team first prize, Subish and team second prize. രണ്ട് ടീമും പ്രൈസ് വാങ്ങിച്ചോണ്ടേ പോകാവൂ. വടംവലിയുടെ പ്രൈസ് വാങ്ങിച്ചോണ്ടേ പോകാവൂ. സുബീഷ്, ഡോണി ആൻഡ് ടീം ഫസ്റ്റ്, സെക്കൻഡ് ടീമിന് സുബീഷ് ആൻഡ് ടീം. Thank you very much. വളരെ നല്ല ഉഷാറായിട്ട് കൈയടി ഒട്ടും പോരാ.
ഒന്ന് കൈയടിച്ചാൽ എല്ലാവരും കൂടെ. അപ്പൊ നമ്മുടെ മഹാബലി നമ്മളെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പീറ്റർബറോ മലയാളി അസോസിയേഷന്റെ 2023 ഓണം പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുകയാണ്. ഹലോ, മടുത്തോ? കുറച്ച് ഡാൻസ് കളിച്ചപ്പോ പുലിയൊക്കെ നല്ല ക്ഷീണമായി. കോവിഡൊക്കെ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. അപ്പം പതുങ്ങിയതാണോ? ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായില്ല. ഇനി എപ്പോഴാണോ കുതിച്ച് ചാടുന്നതാവോ? അപ്പൊ മഹാബലി തമ്പുരാൻ ഞങ്ങളെല്ലാരും കൂടെ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ അങ്ങയുടെ ഭാഗത്തു നിന്ന് അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം താല്പര്യമുണ്ട്. അങ്ങ് 2 വാക്ക് പറയോ, ഒരു ഓണാശംസയെങ്കിലും? ഗുഡ് ഈവനിങ് പീറ്റർബറോ. നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഓണം ആശംസകൾ. എൻജോയ്. മാവേലി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളെ. ഇത്ര ലേറ്റ് ആയത്? അതിന്റെ ഫ്ലൈറ്റ് ഇച്ചിരി ഡിലേ ആയി, അതാണ്. പിന്നെ എന്നാ ഉണ്ട് അവിടെ വിശേഷം? പാതാളത്തിൽ എല്ലാവർക്കും സുഖമാണോ? അവിടെ കുഴപ്പമില്ല. റാം സീതയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് സോൾവ് ചെയ്തിട്ട് ഞാൻ വരുന്നേ. അത് ഡിലേ ആയിരുന്നു. കേരളത്തിലോട്ട് പോയായിരുന്നോ? ഞങ്ങളുടെ ഒരു ബ്രീഫ് സ്റ്റോപ്പ് ആയിരുന്നു, ഒരു 2 days. പിന്നെ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇവിടെ 2-3 പ്രാവശ്യമൊക്കെ കൊറോണ പിടിച്ചു. കൊറോണ പിടിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? വളരെ റെയർ ആയിരിക്കും. അവിടെ ഉണ്ടല്ലേ? ഓക്കെ, അൺബിലീവബിൾ. പക്ഷെ എനിക്കൊരു ക്യൂരിയോസിറ്റി, മാവേലിക്ക് കൊറോണ വന്നിട്ടുണ്ടോ? അവിടെ ഇതുവരെ എത്തിയിട്ടില്ല. ആ വൈറസ് അവിടെ ഇല്ല. അവിടെ ഇല്ല. അറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നോ പ്രോബ്ലം, അവിടെ സേഫാ, അവിടെ വരാം. പിന്നെ ഞങ്ങളുടെ പീറ്റർബറോ മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാമും ഞങ്ങളുടെ ക്രൗഡിന്റെ ആ ഒരു എനർജിയും ഒക്കെ കണ്ടിട്ട് മാവേലിക്ക് എന്താ തോന്നുന്നത് ഞങ്ങളെ പറ്റിയിട്ട്? ഞാൻ അത്രയും കണ്ടിട്ടില്ല. ഒരു can you just show me എത്രയാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്? come on, 3 2 1 come on. very nice. അപ്പൊ മാവേലി ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു മാവേലിക്ക് പോകാൻ സമയമായി. പക്ഷെ മാവേലി പ്രജകളെയൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടല്ലേ പോകുള്ളൂ? നോ പ്രോബ്ലം, ഞാനതൊക്കെ ചെയ്യാം. ശരി മാവേലി. അപ്പം മാവേലി ഇതുവരെ വന്നതിനും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ സഹകരിച്ചതിനും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരെയും കണ്ട് ഓണ സന്ദേശം നൽകിയതിനും ഒരുപാട് നന്ദി. വീണ്ടും അടുത്ത വർഷം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഷുവർ, ഞാൻ അടുത്ത കൊല്ലം ഈ പ്രാവശ്യം ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഹാപ്പി ഓണം പീറ്റർബറോ. മാവേലിക്ക് ഒരു കയ്യടിയും കൂടെ കൊടുക്കൂ. സ്റ്റേജിൽ സപ്പോർട്ട് ചെയ്ത താലപ്പൊലി ആൾക്കാർ റൈറ്റ് സൈഡിൽ കൂടെ സ്റ്റേജ് ലീവ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തു.